നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഒരു വീട്ടിലെ വിശിഷ്ട ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലാണ് അമ്മ. അമ്മ സഹായത്തിനായിട്ട് മക്കളെ വിളിക്കുന്നു. അവരൊരുമിച്ച് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നു. അതിനിടയിൽ മക്കൾ അമ്മയോട് ചോദിക്കുന്നു, എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ അടുക്കും ചിട്ടായിട്ടൊക്കെ വെക്കുന്നത്, എന്തിനാണ് ഇത്ര ശുചിയാക്കുന്നത്? അമ്മ പറയുന്നു, വീട്ടിൽ അതിഥികളൊക്കെ വരുന്നതല്ലേ, വീട് ശുചിയാക്കി വെക്കണ്ടേ, അടുക്കും ചിട്ടോടെ വെക്കണ്ടേ. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. ഈശോ ശിഷ്യരുടെ കാല് കഴുകുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ രംഗം എന്ന് പറയുന്നത്. യഹൂദരുടെ ആചാരം അനുസരിച്ച് ഭക്ഷണത്തിന് മുൻപ് ശരീരം മുഴുവൻ ശുദ്ധിയാക്കുന്ന ഒരു ചടങ്ങ് അവർക്കുണ്ട്. ദിവസം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് നമ്മൾ. എന്തുമാത്രം വിശുദ്ധിയോടെയാണ് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒരു അതിഥി വീട്ടിലേക്ക് വരുമ്പോൾ വീടൊതുക്കുന്ന അമ്മയെ പോലെ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ എന്തുമാത്രം ഒരുക്കത്തോടെയാണ് നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യമേ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഹൃദയശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. ഹൃദയത്തിലെ വിശുദ്ധിയുള്ളവർ പല സാഹചര്യങ്ങളിൽ പല വ്യക്തികളിലൂടെയൊക്കെ അവർ ദൈവത്തെ കണ്ടുമുട്ടും. ഹൃദയത്തിൽ ശുദ്ധിയുള്ളവരായിട്ട് നല്ല മനസ്സുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.